എനിക്ക് ഈ കർമ്മ പദ്ധതിയിലൂടെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. ഈ പരിപാടിക്ക് നാട്ടുകാർ നൽകിയ സഹായം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞാലും അതിന് അതിനൊരു വാക്കില്ല ഉപയോഗിക്കാൻ. അത്രയും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കാട് പിടിച്ചു കിടന്ന ഇവിടുത്തുകാർക്കറിയാം ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് പോലും ആർക്കും അറിയില്ലാത്ത രൂപത്തിൽ കാട് കയറി കിടന്ന ഒരു സ്ഥലമായിരുന്നു. കുഴിയും കൊണ്ടുമായിരുന്നു ആ സ്ഥലത്ത് ഇവിടുത്തെ നാട്ടുകാർ ഊണും ഉറക്കുമില്ലാതെ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റില്ല. ആ രൂപത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ പോരായ്മകളുണ്ടെങ്കിലും സദയം സദസ്സ് ക്ഷമിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം യുവാക്കളും കുട്ടികളും പ്രായമായവരും എല്ലാവരും, അയൽക്കാരും സ്ത്രീകളും എല്ലാവരും ഈ പരിപാടിക്ക് വേണ്ടി അവർ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് മീറ്റിങ്ങുകൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം മീറ്റിങ്ങുകൾ ഇതിന്റെ ഫലമായി ഈ സ്വാഗത സംഘ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായാണ് നമുക്ക് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം വളരെ വലുതാണ്. നാളെ റബ്ബിന്റെ മുന്നിൽ والليل فتهجد به نافلة لك عسى. ബഹുമാനനായ അബ്ദുൽ ജലീൽ ബാഖവി ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ മഹല്ലിന്റെ മുദരിസ്, ഇതിന്റെ മഹല്ല് ഭാരവാഹികൾ, ഈ പുണ്യമായ സദസ്സിന്റെ സംഘാടനത്തിനു വേണ്ടി അശ്രാന്ത അതിതീവ്ര പരിശ്രമം നടത്തിയ ഇതിന്റെ സംഘാടകർ, ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരമകാരുണികനും പരമദയാലുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ പാവങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ബഹുമാനരായ നമ്മുടെ ഉസ്താദന്മാർ, പ്രത്യേകിച്ച് ഈ നാടിന്റെ ഏറ്റവും വലിയ ആത്മീയതയുടെ സാന്നിധ്യമായിരുന്ന, ആരെയും കൊതിപ്പിക്കുന്ന അവസാനവുമായി കടന്നുപോയ ബഹുമാനനായ മർഹൂം പാറന്നൂർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതിമനോഹരമായി ജീവിക്കുകയും അതിനേക്കാൾ മനോഹരമായി വിട പറയുകയും അതിനേക്കാൾ മനോഹരമായി ഇപ്പോഴും മരണമടഞ്ഞ് മാനവ മനസ്സുകളിൽ മായാതെ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മീയതയുടെ വഴികാട്ടി ബഹുമാനനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അല്ലാഹു മർക്കത്ത്, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഖുർആനിലെ രാത്രി എന്ന ഒരു വിഷയമാണ് നാം ഇന്നിവിടെ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ മൂല്യവത്തായ ഒരു വിഷയമാണ് രാത്രി എന്നുള്ളത്. അതൊരു വിഷയമായി തന്നെ പറയാനുള്ള, നമുക്കെല്ലാവർക്കും ഇന്നു മുതൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ആദ്യമായി നമുക്ക് മാറേണ്ടത് നമ്മുടെ അലസതയാണ്. സലാം പറഞ്ഞാൽ പോലും അത് ഉറക്കം മടക്കാൻ കഴിയാത്ത അലസത നമ്മയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ദീനിന് വന്ന വലിയൊരു ഗുരുതരമായ അവസ്ഥയായി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കണം, ഉറക്കം മടക്കണം. ചിലപ്പോൾ മനസ്സിൽ മടക്കിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ പറയാനുള്ളതല്ല അത്.
രണ്ടാമത് ഇബാദത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമികപരമായ ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ നമുക്കുള്ള അലസത. ഈ അലസത നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിയേ മതിയാവും. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം ഇമാമ് ദുആ ചെയ്താലും ഒരാമയും പറയുമ്പോൾ പോലും രണ്ട് കൈയും എങ്ങനെയെങ്കിലും ഒക്കെ തൂക്കിയിട്ട് എവിടേക്കെങ്കിലും ഒക്കെ നോക്കി ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് ചോദിക്കുന്നത് എന്ന ബോധത്തോടെ അള്ളാഹുവിന്റെ ഖജനാവിനെ നോക്കി ഉടമയോട് അടിമ ചോദിക്കുന്ന ഭാവത്തോടെ ഒരു ആമയും പറയാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഒരു അലസത നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ നല്ല ഗണ്യമായ ഒരു അലസത നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ഈ അലസതയിൽ നിന്ന് മുക്തരാവലാണ് യഥാർത്ഥത്തിൽ ഖുർആനിലെ രാത്രി എന്ന വിഷയം തന്നെ. നമ്മെ എല്ലാവരെയും ബാധിച്ച ഈ അലസത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന കാര്യം നിങ്ങളെല്ലാവരും മറന്നുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും ആ കേൾക്കുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ടും ആമീൻ അലസത. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനി ആമീൻ പറയും, ആ ആമീനും അലസത. ഇത് നമ്മളിത് എവിടെ നിന്നാ വാങ്ങിക്കുക? യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ മൈതാനത്തിലാണെങ്കിൽ ആ സമയത്ത് കൈയടിക്കുന്ന ഒരു ആരവം കേട്ടാൽ ഇവൻ പിന്നെ അർഷിന്റെ താഴെ പോയാലും ഇത്രയും വലിയ സന്തോഷം ഉണ്ടാവില്ല. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ ഗോൾമുഖത്ത് ഗോളടിക്കാൻ വേണ്ടി ഫോർവേഡ് വരുമ്പോ ആ സമയത്ത് ഗ്യാലറിയുടെ വെളിയിലിരിക്കുന്നവന്റെ ഒരു ആവേശം, ആ ആവേശം കാൽപന്ത് കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റില്യമായി നാടുകളിൽ ഞാൻ പറയേണ്ടതില്ല. ആ ഒരു ആവേശം യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഭാഗത്തിൽ ഒരു സലാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ ആർക്കോ വേണ്ടിയോ ആമീൻ പറയുന്നത് കേട്ടാൽ ഈ പറയുന്നവന് അല്ലാഹുവേ നീ എനിക്കൊന്നും തരരുതേ എന്ന് ചോദിച്ചിട്ടാണ് അവൻ ആമീൻ പറയുന്നത്. കുറെ നാളുകൾ യാത്ര ചെയ്ത്, കുറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, കുറെ അകലയിൽ നിന്ന് രാത്രിയിൽ 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോ ആ മണിക്കൂറുകളിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളും ആമീനുമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സിൽ ഏറ്റവും വലിയ ദുആയുടെ ഇജാബത്തിന്റെ കാരണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാൻ മിനിങ്ങാന്ന് അണ്ടിക്കോട് വഅദ് പറയുമ്പോ ഒരു മാതാപിതാക്കൾ വന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞത്, കുഞ്ഞൊരു കോയിൻ വിഴുങ്ങി, ഹോസ്പിറ്റലിൽ മുഴുവനും കയറി ഇറങ്ങി, ഏത് മരുന്ന് കൊടുത്തിട്ടും ആ കോയിൻ വെളിയിലോട്ട് വരുന്നില്ല, ഇനി വന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇന്ന് അവിടെ വെച്ച് ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞ് അണ്ടിക്കോട് ഹിഫ്ദുൽ ഖുർആനിൽ വെച്ച് മിനിങ്ങാന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്തു. ഇന്നിപ്പോ വന്നപ്പോ ആ സഹോദരിമാർ എഴുതി തന്നത് ആ കോയിൻ താനെ വെളിയിലേക്ക് വന്നു, ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയുന്നു. എന്തുകൊണ്ട്? അത് അഹ്മദ് കബീർ വാക്കവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആയതുകൊണ്ടല്ല. ആ സദസ്സും അവിടുത്തെ സലാത്തും അവിടെ ഇരിക്കുന്നവരും ചില്ലറക്കാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ സദസ്സിൽ ബഹുമാനനായ വാവാട് ഉസ്താദ് ഒരു തസ്ബീഹും കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ആ തസ്ബീഹിന്റെ മണികൾക്കും ഇവിടുത്തെ ആമീനുമാണ് നാളെ ലോകത്തിൽ ഒരു പ്രപഞ്ചത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് ഏത് നിരാശയിലോട്ട് കടന്നു പോയാലും ഒരു കോയിൽ വിഴുങ്ങിയിട്ട് സർവ്വ മരുന്ന് കൊടുത്തിട്ടും വെളിയിലോട്ട് വന്നില്ലെങ്കിൽ 3 സ്വലാത്ത് കൊണ്ടും ഒരു ആമീൻ കൊണ്ടും അതിന് കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പറയാനാണ് ഖുർആനിലെ രാത്രി എന്ന പ്രധാനപ്പെട്ട ഒരു ശീർഷകം ഇവിടെ പറയുന്നത് തന്നെ. നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയം രാത്രിയാണ്. യഥാർത്ഥത്തിൽ പകലിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചർച്ച ചെയ്യുന്നത് രാത്രിയെ കുറിച്ചാണ്. ആ രാത്രിയാണെങ്കിലോ മനുഷ്യൻ മുഴുവനും അലസതയുടെ ഭാവത്തോടെ കിടന്നുറങ്ങുന്ന രാത്രി, ഒരു പുരുഷായുസിന്റെ അർദ്ധപകുതി മുഴുവനും അപകരിച്ചു കൊണ്ടുപോകുന്ന രാത്രി. 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഏതാണ്ട് 15 വർഷവും അവൻ ഉറക്കത്തിലായി രാത്രി അവന്റെ ആയുസ് അപകരിച്ചു കൊണ്ടുപോകുമ്പോ, എന്നാൽ രാത്രി എന്ന് പറയുന്ന അലസതയുടെ ഭാവത്തോടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തോടോ പെണ്ണിന്റെ ചൂടിനോട് ചേർന്നുറങ്ങുന്ന രാത്രി, ആ രാത്രി വെറുതെ അങ്ങനെ ആലസ്യത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്നതല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മുഴുവനും നടന്നത് രാത്രിയിലാണ്. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ആമുഖങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു വിടുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇരിക്കുന്ന സദസ്സിനെ കുറിച്ച് ബോധമുണ്ടാവണം. ഇത് വഅദ് പറയാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ഒരൊറ്റപ്പെട്ട അനുഭവമല്ല. ആ സഹോദരി സദസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മിനിങ്ങാന്ന് അണ്ടിക്കോട് വഅദ് പറയുമ്പോ
ഒരു സഹോദരി എന്റെ കയ്യിൽ തന്നെ എടുത്ത് 35 വർഷമായി ഇതേവരെ ഏത് രോഗമാണ് എന്ന് നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത രോഗത്തിന് അടിമയാണവർ. എല്ലാ മരുന്നുകളും 35 വർഷം 3 ദശാബ്ദകാലമായി 3.5 ദശാബ്ദകാലമായി ആശുപത്രിയിലെ വിവിധ ഡോക്ടർമാരും മുഴുവനും പരിശോധിച്ചിട്ട് ഒരു വ്യക്തമായ രോഗനിർണയം പോലും നടത്താൻ കഴിയാത്ത രോഗം. അങ്ങനെ ജബലന്നൂരിൽ ഞാൻ പ്രസംഗിക്കാൻ പേരാമ്പ്രയിൽ വരുമ്പോഴാണ് 6666 നേർച്ചയാക്കണമെന്ന സ്ത്രീ കേൾക്കുന്നത്. അണ്ടിക്കോട് എന്നോട് വന്ന് പറഞ്ഞ് എഴുതി തന്നത് ഉസ്താദേ, ആ നേർച്ചയാക്കിയതിന്റെ പിറ്റേ ദിവസം എന്റെ ശരീരത്തിന്റെ രോഗം മാറി, ഞാൻ 2 വീട്ടുജോലി ചെയ്യാൻ തുടങ്ങിയെന്നാണ്. 35 വർഷം 3.5 ദശാബ്ദകാലം ഒരു ഡോക്ടറുടെ കയ്യിൽ കിട്ടിയിട്ട് മോചിപ്പിക്കാൻ കഴിയാത്തത് ഒരു സലാത്ത് കൊണ്ട് ഒരു ആമീൻ കൊണ്ട് കഴിയുമെങ്കിൽ ഇരിക്കുന്ന സദസ്സിന്റെ വലിപ്പം ഏതെന്ന് ബോധമുണ്ടാകുമ്പോഴാണ്. ഏതാണ് പ്രധാനപ്പെട്ട സമയം? ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത. ജുമഅക്ക് ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, ഇങ്ങനെ ചില സമയങ്ങളെ ചില പ്രവാചകന്മാർക്ക് ചില പ്രവാചകന്മാരെക്കാളേറെ ഞാൻ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില ദിവസങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില മാസങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തതുപോലെ, ചില സമയങ്ങൾക്ക് ഞാൻ ചില സമയങ്ങളെക്കാൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധതയുള്ള ഒരു സമയമാണ് രാത്രി. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാണ്ട് ശതാബ്ദ കാലങ്ങളായി ഇന്ത്യ രാജ്യത്തിന്റെ വൈദേശിക ആധിപത്യത്തിന്റെ കീഴിൽ വീർപ്പുമുട്ടിയ യൂറോപ്പ് ബ്രിട്ടനിനെ ഈ ലോകത്ത് നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആട്ടിയോടിച്ച് ആദ്യമായി ഇന്ത്യയുടെ ഹരിത പതാക, യൂണിയൻ ജാക്ക് പതാക താടയിറക്കി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രിവർണ്ണ പതാക പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ ഉയർന്നത് ഒരു അർദ്ധരാത്രിയിലായിരുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമടക്കം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നത് പാതിരാത്രിയിലാണ്. മഗ്ന കാർട്ട എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഉടമ്പടി അത് ഒപ്പുവെക്കപ്പെട്ടത് പാതിരാത്രിയിലാണ് എന്ന് ഭൗതികമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോ, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഏറ്റവും കൊതിക്കുന്ന, അവന്റെ ഒരു ആയുസ്സിൽ കിട്ടിയാൽ അവൻ സ്വർഗത്തിന്റെ വാതിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ അവനെ പ്രാപ്തനാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട അനുഗ്രഹം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയിരിക്കുന്നത് രാത്രിയിലാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ അതീവ പ്രധാനമായ ആകാശലോകത്ത് നിന്ന് അത്യുന്നതയുടെ ആത്മീയതയുടെ കവാടങ്ങൾ തുറന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ കോടാനുകോടി മലക്കുകൾ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുഗ്രഹമായി ഇറങ്ങി വരുന്ന 1000 മാസം മുഴുവനും ഒരേ സമയത്ത് ഇബാദത്ത് നിശ്ചയിച്ചതിന്റെ പ്രതിഫലം കിട്ടുന്ന അല്ലാഹുവേ, ആയുസ്സിലൊരിക്കലെങ്കിലും ആ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് നൽകണേ എന്ന ദുആയോടുകൂടി 30 ദിവസം വരാനുട്ടാനത്തോട് പട്ടിണിയിരുന്ന് പാതിരാ സമയത്ത് ഉറക്കമിളക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായ സമയം അത് രാത്രിയിലാണ്. ആ സമയമാണ് ലൈലത്തുൽ ഖദർ. അതും രാത്രിയാണെന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് മാത്രമല്ല, ഖുർആനിലെ രാത്രി പറയുമ്പോ എത്ര വാചാലമായിട്ടാണ് ഖുർആൻ രാത്രിയെ കുറിച്ച് പറയുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുത സംഭവം നടന്നതും പാതിരാത്രിയിലല്ലോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു പറയാണ്, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കൊച്ചുകുടിലിൽ കിടന്നിറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിട പറഞ്ഞ്, പ്രിയപ്പെട്ട മൂത്താപ്പയും വിട പറഞ്ഞ് 1000 വ്യസനങ്ങളോടെ ദുഃഖത്തോടെ ഉമ്മു ഹാനി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ദുഃഖഭാരവുമായി കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ പ്രവാചകനെ പാതിരാ സമയത്ത് അതിശരീക ഗമനമായ ബുറാഖ് കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിലൂടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് പിന്നെ സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് ഒന്നാനാകാശവും രണ്ടാനാകാശവും മൂന്നാനാകാശവും താണ്ടിക്കടന്ന് ഏഴാകാശവും താണ്ടിക്കടന്ന് ആലമുൽ ജബറൂത്തും ആലമുൽ മലക്കൂത്തും താണ്ടി വറഅജായിബ ആലമിൽ മലക്കൂത്തി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നി ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്രയോ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ കൂട്ടം പിന്നീട് ലോകത്തിന് സമ്മാനിച്ച സ്വർഗവും നരകവും കണ്ട് ഏകനായ അല്ലാഹുവിന്റെ സമക്ഷത്തിലെത്തി 5 വഖത്ത് നമസ്കാരവുമായി ഈ ദുനിയാവിലേക്ക് ഒരു രാവിന്റെ അല്പസമയം കൊണ്ട് പ്രയാണം ചെയ്ത ഇസ്രാ മിഅ്റാജ് നടന്നത് എപ്പോഴാ? അബൂജഹലിന്റെ മുമ്പിൽ പട്ടാപ്പകലെ വെളിച്ചത്തിലല്ല, അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാഖുമായി പട്ടാപ്പകല് കൊണ്ടുപോയില്ല. പാതിരാ സമയത്ത് എല്ലാ മനുഷ്യരും ഉറങ്ങിക്കിടക്കുമ്പോ, ആ സമയത്ത് മക്കാനഗരം ഉറങ്ങിക്കിടക്കുമ്പോ അബൂജഹലിന്റെ കൺമുമ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടല്ല, പാതിരാ സമയത്ത് ഒരു രാത്രിയിലാണ് സഹോദരങ്ങളെ ഇസ്രാഉം മിഅ്റാജും നടന്നത്. രാത്രി ഏറ്റവും വലിയ ചരിത്രത്തിന്റെ പാഠമാണ്, രാത്രി ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അവദാനമാണ് എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് രാത്രിയുടെ അവസാനയാമത്ത് ജബൽ നൂർ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ധ്യാനനിമഗ്നനായിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിലേക്ക് വിശുദ്ധമായ ലോകത്ത് നിന്ന് വിശുദ്ധനായ മാലാഖ, വിശുദ്ധനായ പ്രവാചകന് വിശുദ്ധ പർവ്വതത്തിലേക്ക് വിശുദ്ധ വാക്യം അവതരിപ്പിക്കുമ്പോ അതൊരു വിശുദ്ധമായ രാത്രിയിലായിരുന്നു. ഇഖ്റഇന്ന നാദം ഇറങ്ങിയതും അതും ഒരു രാത്രിയിലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി എന്നത് പ്രധാനമാണ്. അല്ലാഹു പോലും തെരഞ്ഞെടുത്ത ലോക ചരിത്രത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം അത് രാത്രിയാണ്. രാത്രി ഉറങ്ങാനുള്ളതല്ല, രാത്രി ആലസ്യത്തിന്റെ ഇടല്ല, രാത്രി ആർഭാടത്തിന്റെ ഇടല്ല. ഇരുളിന്റെ മറപറ്റി എല്ലാ ഗൂഢാലോചനകളും നടക്കുമ്പോ എല്ലാ തെറ്റും പിരിയുന്നത് രാത്രിയിലാണ്. ഏത് വ്യഭിചാരം നടക്കുന്നതും രാത്രിയിലാണ്. ഏത് അനാചാരവും അനാശാസ്യവും നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, രാത്രിയുടെ പ്രത്യേകത അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ആ രാത്രിയിലാണ് നീ റബ്ബുമായിട്ട് അടുക്കേണ്ടത്. രാത്രിയിലാണ് അല്ലാഹുവിന്റെയും എന്താ രാത്രിയുടെ പ്രത്യേകത എന്നറിയോ? ആ രാത്രിയുടെ പ്രത്യേകത അടിമയും ഉടമയും തമ്മിലും മറയില്ലാത്ത സമയം. ആ സമയമാണ് രാത്രി. അടിമയും ഉടമയും തമ്മിൽ മറയില്ല. അടിമക്കെന്തും ചോദിക്കാം, ഉടമയെന്തും തരുന്ന സമയമാണ് രാത്രി. അതുകൊണ്ട് രാത്രിയിലാണ് ഉറക്കെഴുന്നേൽക്കേണ്ടത്, രാത്രിയിലാണ് എഴുന്നേൽക്കേണ്ടത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാനുള്ളതല്ല, രാത്രിക്കൊരു പ്രത്യേകതയില്ല. രാത്രിയുടെ പ്രത്യേകത ഏത് വലിയ അത്ഭുതവും നടന്ന രാത്രിയിലാണ്. ഏത് അത്ഭുതവും നടന്നിട്ടുള്ളത് രാത്രിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ചിന്ത രാത്രി ഉറങ്ങാനുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാനേ പറ്റും. പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാൻ വലിയ പ്രയാസമാണ്. കാരണം വഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പോഴായിരിക്കും 4 റക്അത്താകുന്നതിന് കൂടെയുള്ളതെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോകണ്ടേ, ബസ് വരാറായി, അവിടെ പോകണം. ഇനി മഗ്രിബ് നിസ്കരിക്കാൻ വന്നാൽ ആ സമയത്താണ് കടയിൽ ആള് വരിക. എത്രയും ഇവിടെ സുന്നത്ത് പോലും ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ നിസ്കരിച്ചിട്ട് ഓടിയിട്ടുണ്ടാവും. ഒരു ദിക്ർ പറയാനുള്ള സമയം സാവകാശം പോലും ഉണ്ടാവില്ല. പകല് വഹർ നിസ്കരിക്കുമ്പോഴാകും സ്റ്റൗവിന്റെ മുകളിൽ പാത്രം ഉണ്ടാവുക, അതിപ്പോ പാല് തുളുമ്പും, മീൻ ചത്തുപോകും. ഇങ്ങനെയൊക്കെ പലവിധ വേവലാതിയും ബേജാറും ഒക്കെയുള്ള ഇബാദത്താണ് പകലിലെ ഇബാദത്ത്. പകലിലെ ഇബാദത്ത് വല്ലാത്ത പേടിയുള്ള ഇബാദത്ത്, വല്ലാത്ത ബേജാറുള്ള. എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും കച്ചവടക്കാരനും സാധാരണക്കാരനും
തൊഴിലാളിയാണെങ്കിലും ആകെ ഇത്തിരി സമയമുള്ളൂ, ഇപ്പൊ ചെന്നില്ലേ മുതലാളി വഴക്ക് പറയും. മൂലിയാർക്കാണെങ്കിലും ഇത് തീർന്നിട്ട് വേണം, റാത്തീബിനെ കറക്റ്റ് എത്തിയില്ലെങ്കിൽ അവരും വഴക്ക് പറയും. എല്ലാവർക്കും ഒരേപോലെ തിരക്കുള്ള സമയമാണ് പകല്. പള്ളിയിലെ ഖത്തീബിനാണെങ്കിലും വഹറിന് താമസിക്കാൻ നിക്കാഹ് താമസിക്കാൻ, അപ്പൊ കൂടുതൽ നേരം ഇരിക്കാൻ. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിക്ർ ഒഴിവാക്കിയിട്ട് ഇനി പൗറാത് പിന്നെ ചെല്ലാം, അല്ലെ ദിക്ർ ഒഴിവാക്കിയിട്ട് അപ്പൊ ഓടും. യഥാർത്ഥത്തിൽ പകലിലെ ഇബാദത്ത് തിരക്കിന്റെയും അസ്വസ്ഥതകളുടെയുമാണ്. അള്ളാഹുമായിട്ട് അടുക്കണമെങ്കിൽ അത് രാത്രിയിലെ ഇബാദത്ത് കൊണ്ട് പറ്റും. രാത്രിയിലെ ഇബാദത്ത് പാതിരാ സമയം. ഇൻഷാ അല്ലാഹ് അതാ ഞാൻ രാത്രിയിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാന്ന് വിചാരിച്ചത്. നമ്മൾ ചിന്തിക്കുക ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ കിടന്നുറങ്ങുക, പിന്നെ സുബഹിക്ക് വാങ്ങി വിളിച്ചാൽ തന്നെ നമ്മൾ അറിയില്ല. രാത്രി ഫുള്ള് ഉറങ്ങാനുള്ളതാണ് എന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ രാത്രി ഉറങ്ങാനുള്ളതല്ല. രാത്രി ഉറങ്ങിയാൽ പകലിൽ ഉറങ്ങിയാൽ ഒരാൾ എല്ലാ ദിവസവും പകലിൽ കിടന്നുറങ്ങിയാൽ അവൻ ആരാവും? അവൻ പരമദരിദ്രനാവും. കാരണം അവൻ ജോലിക്ക് പോകാൻ കഴിയില്ല, അവന് സമ്പാദിക്കാൻ കഴിയില്ല. ഒരാൾ പകല് മുഴുവൻ കിടന്നുറങ്ങിയാൽ അവൻ പരമദരിദ്രനാവും. ഇതാണ് നമ്മുടെ ചിന്ത. പക്ഷെ മഹാന്മാര് പറഞ്ഞത് രാത്രിയിൽ കിടന്നുറങ്ങിയാൽ നീ പരമദരിദ്രനാവും. രാത്രിയിൽ കിടന്നുറങ്ങിയാൽ പരമദരിദ്രനായി മാറും. എന്തുകൊണ്ട്? എവിടെ ദരിദ്രനാവും? ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ. ഈ ആമീന് സലാത്തും പറയും. ഞാൻ വാ നിർത്തിയിട്ടു, എനിക്ക് ഒരു നിർബന്ധമില്ല വാ പറയണം. ഞാൻ നിങ്ങളോട് കാശ് ചോദിച്ചില്ല, സ്വർണം ചോദിച്ചില്ല, അതൊക്കെ അവസാനമല്ലേ ചോദിക്കൂ. നിങ്ങളോട് ആകെ സലാത്ത് ഇത് ചെല്ലാൻ വരട്ടെ, അത് പറ്റില്ലാത്തവർ തന്നെ എഴുന്നേറ്റ് പൊക്കോളി, ഒരു പ്രശ്നവും ഇല്ല. അതെന്ത് വാദമാക്കല, ഒരു ചടങ്ങിന് വേണ്ടി. അങ്ങനെയല്ലേ ഉസ്താദ് ഉസ്താദ്? ഞാൻ ഉസ്താദും കൂടെ ഇരിക്കുന്ന സദസ്സിലാണ് പറയുന്നത്. നമ്മളൊരു ദീനിന്റെ സദസ്സിൽ വരുമ്പോൾ അതിൻ്റെതായ ചില അദബുകൾ നമുക്കുണ്ടാവും. നമുക്ക് ആർക്കും അദബുകളില്ല. വെള്ളിയാഴ്ച ഖത്തീബ് ഖുത്ബ ഓതുമ്പോഴും നമ്മൾ ഹൗദിന്റെ കരയിൽ നിന്നിട്ട് ഈ സയ്യിദ് ബുഖാരി കാജാബിടി പോച്ചുകൊണ്ട് നിൽക്കും. നമുക്കിപ്പോഴും അദബ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഉമ്മത്തിന് നന്നായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അള്ളാഹു ആ ചിന്ത അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദബ് ഉസ്താദന്മാരോടില്ല, ആലിമയങ്ങളോടില്ല, സയ്യിദന്മാരോടില്ല, ഭർത്താവിനോട് അദബില്ല, മക്കൾക്ക് വാപ്പയോട് അദബില്ല, ഭാര്യക്ക് ഭർത്താവിനോട് അദബില്ല. ഭാര്യക്ക് ഭർത്താവിനോട് അദബുണ്ടാവണം, മക്കൾക്ക് വാപ്പയോട് അദബുണ്ടാവണം. അദബ് എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു. ഭാര്യക്ക് ഭർത്താവിനോട് അദബില്ല. പണ്ട് കാലത്ത് ഭാര്യയോട് ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ പറയില്ല, പിള്ളേരുടെ വാപ്പാന്നേ പറയും. കാരണം ഒരു അദബാണ്. ഇപ്പൊ പേര് ചൊല്ലിയിട്ടാണ് ഭാര്യ ഭർത്താവിനെ വിളിക്കുക. അദബേ ഇല്ല. അദബ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പണ്ട് ഭാര്യയോട് ഭർത്താവിന്റെ പേര് ചോദിച്ചാൽ, നമ്മുടെ വയസ്സായ ഉമ്മമാരോട് ഭർത്താവിന്റെ പേര് ചോദിച്ചോ പറയില്ല. പറയില്ല. പിള്ളേരുടെ വാപ്പ, കൊച്ചുങ്ങളുടെ വാപ്പാണ്, കുട്ടികളുടെ വാപ്പാന്നൊക്കെ പറയും. എന്തുകൊണ്ട്? ഒരു നാട്ടിൽ കമ്മിറ്റിക്കാര് പിരിവിന് വന്നു. ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയോട് പൈസയൊക്കെ ചോദിച്ചിട്ട് റെസിപ്റ്റ് എഴുതാൻ വേണ്ടി ചോദിച്ചു, വാപ്പ ഭർത്താവിന്റെ പേരെന്ന്. ഇവരെന്ത് ചെയ്താ പറയില്ല. കാരണം ഭർത്താവിന്റെ പേര് പറയൽ അദബികേടാണെന്ന് കരുതിയ ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അവര് പേര് പറയില്ല. അവസാന കമ്മിറ്റിക്കാർക്ക് രസീത് എഴുതണം. അവര് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭർത്താവിന്റെ പേര് 250 ഒരു മമ്മദും എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പേര് 250 ഒരു മമ്മദും. ഭർത്താവിന്റെ പേര് 100 മുഹമ്മദ്. 250 ആയപ്പോ 100 അപ്പൊ അങ്ങനെ പറഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഇതിന് അദബുണ്ടായിരുന്നു. ഈ അദബ് പോയി. അദബില്ലാത്തിടത്തോളം കാലം ലോകത്തൊരാളും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ ഒരു കുട്ടി ഓതിയിരുന്നു ദറസിൽ. മന്ദബുദ്ധിയാണ് അവൻ. കിതാബും തിരിയില്ല, ഖുർആൻ ഓതാനും അവൻ അറിയില്ല, ഒന്നും അവൻ അറിയില്ല. അവസാനം ഞങ്ങൾ ഫാരിഗാകുമ്പോഴും പിന്നെ അവനെ 3-4 പ്രാവശ്യം തോറ്റോണ്ട് ഉസ്താദ് പറഞ്ഞു, നീ പോവാൻ പറഞ്ഞു. ഒരു ശൈവം അവൻ അറിയില്ല. ഞങ്ങൾ അവനെ കളിയാക്കൂല. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ? പോയി വല്ല നാരങ്ങ കച്ചവടം നടത്താൻ പറ്റും. ഇന്ന് അവൻ 82 കുട്ടികളുള്ള മുത്തലിമീങ്ങളുള്ള ദറസിലെ മുദരിസ. ബാക്കവിയാണ് 82 കുട്ടികളുള്ള ദറസിലെ മുദരിസാണ്. കാരണം ഇതൊന്നും ഇല്ലെങ്കിലും ഉസ്താദിന്റെ കാല് ഞെക്കാനും വെള്ളം ചൂടാക്കി കൊടുക്കാനും ഉസ്താദിന്റെ തുണി അലക്കാനും ഇവൻ ഖിദ്മത്തിന്റെ കാര്യത്തിൽ ഇവൻ ഭയങ്കര മുമ്പന്തിയില്ല.
അള്ളാഹുവിനെ എത്തിച്ചു. ഒന്നും തിരിയാത്ത മനുഷ്യൻ ആ ഹിദ്മത്ത് കൊണ്ട് അള്ളാഹുവിനെ എത്തിച്ചു. അതുകൊണ്ട് അദബ് കൊണ്ട് എവിടെയെങ്കിലും എത്തും. നമ്മൾ ഒന്നുമല്ല, അദബ് ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ സലാത്തും ആമീനും ദുആ ഉണ്ടാവണം, ഇല്ലെങ്കിൽ വാദം ഉണ്ടാവൂല. ഞാൻ നിർത്തും, ഉറപ്പാ. എനിക്ക് സദസ് ഇഷ്ടപ്പെട്ടില്ല, വാദം നിർത്തും. സദസ് ഇഷ്ടപ്പെട്ട ഞാൻ എത്ര വേണേലും പറഞ്ഞു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവനെ മടക്കി ഭരിച്ച വലി സുലൈമാൻ കാറ്റിനെ പോലും വാഹനമാക്കി മാറ്റിക്കൊടുത്തു ലോകം മുഴുവനെ മടക്കി ഭരിച്ച ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി ലോകം മുഴുവനെ മടക്കി ഭരിക്കുന്ന തന്റെ രാജഭരണത്തിന്റെ തിരക്കിൽ നടക്കുമ്പോ ജിന്നുകളും പക്ഷികളും പോലും സുലൈമാൻ നബിയോട് വർത്തമാനം പറയുമ്പോ പകല് മുഴുവനും ഏറ്റവും തിരക്കുണ്ടായിരുന്ന ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകം മുഴുവനെ മടക്കി ഭരിച്ച ചക്രവർത്തി തന്റെ രാജഭരണത്തിന്റെ തിരക്കും കഴിഞ്ഞ് പാതിരാ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾ കാരണത്താൽ പരിക്ഷീണനായി വീട്ടിലേക്ക് വരുമ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് പറയുമായിരുന്നു, പത്ര സുലൈമാനെ, ഓ പൊന്നുമോനെ സുലൈമാനെ. സുലൈമാൻ നബി പാതിരാ സമയത്ത് വീട്ടിലേക്ക് വന്നുറങ്ങാൻ പോകുമ്പോ സുലൈമാൻ നബിയുടെ ഉമ്മ പറയുമായിരുന്നു, പത്രേ പൊന്നുമോനെ സുലൈമാനെ, പകല് മുഴുവനും ഇങ്ങനെ അധികാരത്തിന്റെ പുറകിലൂടെ നടന്നിട്ട് പാതിരാത്രി മുഴുവനെ കിടന്നുറങ്ങിപ്പോയാൽ, രാത്രി മുഴുവനും കിടന്നുറങ്ങിയാൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് പടച്ചിറപ്പിന് പാടത്ത് ചെയ്തില്ലെങ്കിൽ രാത്രി മുഴുവനും കിടന്നുറങ്ങിയാൽ തകുനു ഫഖീറൻ യൗമൽ ഖിയാമ, തകുനു ഫഖീറൻ യൗമൽ ഖിയാമ. നാളെ നീ പരലോകത്തിലെ പരമദരിദ്രനായി മാറുമെന്ന്, നാളെ നീ പരലോകത്തിലെ പരമദരിദ്രനായി മാറുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാരെ സഹായിക്കാനില്ലാത്ത പരലോകത്തിലെ പരമദരിദ്രനാരാ പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട ഉമ്മി സുലൈമാൻ നബിയുടെ ഉമ്മ പറഞ്ഞു കൊടുത്ത വസിയത്താണിത്. പൊന്നുമോനെ, രാത്രിയിൽ മുഴുവനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് അല്ലാഹുവിന് വേണ്ടി ഒരു ഇബാദത്ത് ചെയ്യാൻ നിനക്ക് കഴിയാതെ വന്നാൽ നാളെ പരലോകത്തിൽ കയ്യിലൊന്നുമില്ലാത്ത പരമദരിദ്രനായി മാറുമെന്ന്. അതുകൊണ്ട് വാക്കവി ഈ വിഷയം പറയുന്നത് എന്തിനെന്നറിയോ? ഈ ദുനിയാവിലെ സുൽത്താനാവാനല്ല, ഇവിടുത്തെ സമ്പാദ്യത്തിന് വേണ്ടിയല്ല. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നാളെ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാൻ ഈ ദുനിയാവിൽ നാം സമ്പാദിച്ചു വെച്ച സമ്പത്തുകളോ സന്താനങ്ങളോ സ്ഥാനമാനങ്ങളോ യാതൊരുവിധ ഉപകാരം ചെയ്യാത്ത പരലോകത്തിന്റെ പാരവശ്യതയിലൂടെ പരന്നു നടക്കുന്ന ഒരു പരിഭ്രാന്തിയുടെ ലോകത്ത് ആ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാണ് പൊന്നുമോനെ ദുനിയാവിൽ നീ ആരായി മാറണം? പൊന്നുമോനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഇടയിൽ, ഭാര്യക്കും മക്കൾക്കും വേണ്ടിയുള്ള ആഹാരം കണ്ടെത്താനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ഈ ടൗണിലൂടെ ഓട്ടോറിക്ഷ ചലിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ, കൂലിപ്പണി എടുത്തുകൊണ്ട് നടക്കുമ്പോ, ഗൾഫിന്റെ മണലാരണത്തിൽ കട്ടപ്പെടുമ്പോ, അതെല്ലാം നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോ, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാ, രാത്രിയുടെ ഒരു സമയം നിങ്ങളൊന്ന് മാറ്റിവെക്കുക. അതെന്തിനു വേണ്ടി എന്നറിയോ? നാളെ പരലോകത്തിലെ പരമദരിദ്രനായി മാറാതിരിക്കാൻ. എന്ന് മാത്രമല്ല ഈ ഭൂമിയിലെ പരമദരിദ്രനായി മാറിയവനും അല്ലാഹുവിന്റെ മുമ്പിൽ, പടച്ചറപ്പിന്റെ മുമ്പിൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും പറയാൻ പറ്റിയ സമയം അത് രാത്രിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വജഅൽനൽ ലൈല ലിബാസാ വജഅൽന നഹാര മആശാ വജഅൽനൽ ലൈല ലിബാസാ. രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തരുന്നെന്ന് വിശുദ്ധ ഖുർആൻ. രാത്രിയുടെ പ്രത്യേകത, രാത്രിയുടെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനോട് അടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഉറങ്ങിയാൽ അവൻ പരലോകത്തിലെ പരമദരിദ്രനായി മാറും. അതുകൊണ്ട് ഇന്ന് പറയുന്നത്, കുറെ സൗകര്യവും കൂടെ ആളുകൾക്ക് മുമ്പിലുണ്ട്, അങ്ങോട്ട് ഒരുക്കി കൊടുക്കും. ആ പേപ്പർ ഇട്ട് കുറച്ചു പേർക്ക് കറുപ്പിച്ചിരിക്കും, ആളുകൾ നിൽക്കുകയാണ് ഫുള്ളായി.
അതിന്റെ ഇടയിൽ കസേരകൾ എന്തെങ്കിലും ഒഴിവായി കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു കൊടുക്കും. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറെ വർത്താനം സംസാരിച്ചാൽ നമുക്ക് വിഷയം പറയാനുള്ള സമയം കിട്ടില്ല. ഇന്ന് കുറെ കാര്യങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ട്. ഇന്ന് മുതൽ ഒരു ജീവിതത്തിന്റെ ശൈലി മാറ്റുകയാണ് നമ്മൾ. ഞാൻ ഈ 2 മണിക്കൂറൊക്കെ ഇത്രയും പറഞ്ഞു പോയിട്ട് അവസാനം ഇതിൽ നിന്നൊരു 100 പേരെങ്കിലും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശൈലി മാറുകയാണ് എന്നുള്ളത്. ആ മാറുന്നത് കൊണ്ടേ ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. ആ ശൈലി മാറുന്നത് കൊണ്ടേ ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരാൾ 100 സലാത്ത് ചൊല്ലാറുണ്ട്. അവൻ പറയാണ് നാളെ ഞാൻ 200 സലാത്ത് ചൊല്ലും എന്ന് പറയുന്നവനേക്കാളേറെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ഞാനത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുന്നവനോടാണ് അള്ളാഹുവിന് സ്നേഹം കൂടുതൽ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ ശൈലി ഉണ്ടാക്കുകയാണ്. അള്ളാഹുടെ എത്തിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ രാത്രിയെ കുറിച്ച് പറഞ്ഞത് വജഅൽനൽ ലൈല ലിബാസ, നിങ്ങൾക്ക് ഞാൻ വജഅൽനൽ ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നു എന്ന് അള്ളാഹുവിന്റെ രൂപമയുണ്ട്. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിന്റെ ന്യൂനതകൾ ആരും കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു അടയാളമുണ്ട്. ആ അടയാളത്തെ ആര് കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അടയാളം ആദ്യം കാണുന്നത് വസ്ത്രമാണ്. അതിന്റെ മുകളിൽ വസ്ത്രം ഇട്ടാൽ മാത്രമല്ല, വസ്ത്രം ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു സാധനമാണ് വസ്ത്രം. രാത്രി വസ്ത്രത്തെ പോലെയാണ് എന്ന് ഖുർആൻ പറഞ്ഞാൽ രാത്രി ഒട്ടിച്ചേരാൻ പറ്റിയ സമയമാണ്. ഒട്ടിച്ചേരാൻ, ആരുമായി ഒട്ടിച്ചേരാൻ? വല്ലവന്റെ ഭാര്യയായിട്ടല്ല. രാത്രി ഒട്ടിച്ചേരാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു ഈ വാക്കാണ് പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വതഅന വാകുവ മുഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ. വളരെ സൗന്ദര്യബോധത്തോടെ ഖുർആൻ പറഞ്ഞ ഒരു വിഷയമാണിത്. അള്ളാഹു പറയുകയാണ് മനുഷ്യ ഇന്ന ലക ഫിന്നഹാരി സബ്ഹന തവീലാ, നിനക്ക് പകല് വല്ലാത്ത ജോലിയാണ്. പകല് മുഴുവനും നിനക്ക് വിശ്രമമില്ലാത്ത ജോലിയാണ്. പകല് മുഴുവനും നിനക്ക് അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ട ജോലിയാണ്. ആ പകലിന് നിനക്ക് അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതആ, പാതിരാത്രിയുടെ സമയം ഹിയ അശദ്ദു വതആ, അത് സംയോജനത്തിന്റെ സമയമാണ്. വത് എന്ന് പറയുന്ന അറബി പദം ഉപയോഗിക്കുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിനാണ്. ആണും പെണ്ണും തമ്മിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അവരുടെ ലൈംഗിക ബന്ധത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് വത്ത്. ആ പദം തന്നെ രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്തിനാ? സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. സ്ത്രീ പുരുഷ സംസർഗത്തിന് ഉപയോഗിക്കുന്ന പദം അള്ളാഹു രാത്രിയുടെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? നീ നിന്റെ ഭാര്യയുടെയും 2 ശരീരങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരുന്ന, നിന്റെ ശരീരങ്ങൾ ഒരാണിന്റെയും പെണ്ണിന്റെയും ശരീരം ഒരേ ശരീരമായി അലിഞ്ഞിട്ട് ചേരുന്ന രാത്രി സമയത്തെ ലൈംഗിക വീഴ്ചയെ കുറിച്ച് പറയുന്ന അതേ വാക്ക് പറഞ്ഞത് എന്തിനാ? പൊന്നുമോനെ, രാത്രി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരം പോലെ ഒന്നിച്ചു ചേരുന്നത് പോലെ നിനക്ക് നിന്റെ പടച്ചറപ്പുമായി ഒരേപോലെ ലയിച്ചു ചേരാൻ, അള്ളാഹുമായിട്ട് അങ്ങ് അലിഞ്ഞു ചേരാൻ, പടച്ചറപ്പിലേക്ക് സർവ്വതും മാറ്റിവെച്ച് വിനയം പ്രാപിക്കാൻ, ഒരു ആണിനെയും പെണ്ണിനെയും പോലെ ഭാര്യയും ഭർത്താവും പോലെ അടിമയും ഉടമയും തമ്മിൽ പരസ്പരം ചേരുന്ന സമയമാണ് രാത്രി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
പാതിരാത്രി ആയി കഴിഞ്ഞാൽ രാത്രിയുടെ 1/3 എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ. പാതിരാത്രിയിൽ പകലിൽ പാപം ചെയ്തവൻ പാതിരാത്രിയിൽ എന്നോട് തൗബ ചെയ്താൽ ആ തൗബ ഞാൻ നേരിട്ട് സ്വീകരിക്കുമെന്ന് അല്ലാഹു അവന്റെ ഉടമയുടെ ദുആ, ഉടമയുടെ കണ്ണുനീര് അല്ലാഹു നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണ് രാത്രി. എന്തേ സഹോദരങ്ങളെ, ആ രാത്രിയിലും എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവേ 1000 പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ രാത്രിയുടെ കുറെ ഇബാദത്തുകളാണ് ഇനി പറയാൻ പോവുക. അതുകൊണ്ടല്ലയോ രാത്രിയിലാണ് കരയേണ്ടത്. ഇന്ന് ഞാനിവിടെ എത്തുമ്പോ, കഴിഞ്ഞ ദിവസം ഞാൻ അണ്ടിക്കോട് വഅദ് പറയുമ്പോ കുറെ മാസമായിട്ട് ഇതിന്റെ പരിസര പ്രദേശത്ത് ഞാൻ വഅദ് പറയാറുണ്ട്, വട്ടോളിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്രയെത്രയോ സ്ഥലങ്ങളിൽ താമരശ്ശേരിയിൽ, ഈങ്ങാപ്പുഴയിൽ, അണ്ടിക്കോട്, മുക്കത്ത് എത്രയെത്രയോ സ്ഥലങ്ങൾ കുറെ നാളുകളായി ഞാനും നിങ്ങളും തമ്മിൽ വലിയ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എത്രയോ സഹോദരങ്ങളെ സഹോദരിമാരാ പാക്കവി ഉസ്താദിന്റെ സദസ്സിൽ വന്നു ദുആ ചെയ്യാൻ 6666 രൂപ കൊടുത്തിട്ടൊന്ന് നേർച്ചയിൽ പങ്കെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കേട്ടതെല്ലാം ദുഃഖത്തിന്റെ വാർത്തയാ, കേട്ടതെല്ലാം ദുഃഖത്തിന്റെ വാർത്തയാ. ക്യാൻസർ, മാരകമായ ക്യാൻസർ പിടിപെട്ടവർ, മാരകമായ കടങ്ങൾ വന്നിട്ട് നിൽക്കാൻ കഴിയാത്തവർ, ഒരേ ഒരു കുഞ്ഞാട് 13 വർഷത്തിന്റെ ഇടയിൽ ജനിച്ച ഒരേ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരിച്ചുപോയി. അടുത്ത കുഞ്ഞ് ഇതേവരെ ജനിക്കപ്പെട്ടിട്ടില്ല ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരിന്റെ തോരാക്കടലുകളുമായി എത്തിയവർ എന്റെ പ്രിയപ്പെട്ട മാനവാ, അല്ലാഹു തന്നെ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന്, ദുഃഖമേ മനുഷ്യന്, സങ്കടമേ മനുഷ്യന്, ആദികളെ മനുഷ്യന്, വ്യാധികളെ മനുഷ്യന്, എല്ലാവിധ കണ്ണുനീരൊലിച്ചൊലിച്ച് നിസ്കാരപ്പായ പോലും കണ്ണുനീരിൽ കുതിരുമ്പോ, പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ, തീരാ ദുഃഖങ്ങളും മാറാ രോഗങ്ങളും കടങ്ങളും എല്ലാം ജീവിതത്തിലേക്ക് വന്ന് എവിടേക്ക് തിരിയണമെന്നറിയാട് നിരാശയിലോട്ട് കടന്നുപോയ മുസ്ലിമേ, നിനക്കൊരു പരിഹാരത്തിന്റെ വാതില് തുറക്കുക. പടച്ചറപ്പേ, കരഞ്ഞ് 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 വീട്ടിലെ നിസ്കാരപ്പായ കണ്ണുനീരിൽ കുതിരുമ്പോ, കബ്സേ കടീഗേ അറബ് ഉമ്മീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേനെ കിസി തരഹ് സെ പുകാറേ. കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അല്ലാഹുവേ, എവിടേക്ക് തിരിഞ്ഞാലും ശത്രുക്കളാണ്, വലത്തോട്ട് തിരിഞ്ഞാലും പ്രയാസങ്ങളാണ്, എനിക്കിനി എവിടേക്ക് തിരിയണമെന്നറിയില്ല. അല്ലാഹുവേ, എന്റെ ആവലാടി ആരോടാണ് പറയേണ്ടത്? ആവലാദികൾ അവസാനിക്കണോ, പ്രയാസങ്ങൾ മാറണോ? പ്രയാസങ്ങൾ മാറാൻ ഒരേ ഒരു വഴിയാണ് ഖുർആൻ പറഞ്ഞത്. ആരോടാണിത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? സ്വന്തം ഭാര്യ മരിച്ചിട്ട്, മൂത്താപ്പ മരിച്ചു, സ്വന്തം നാട്ടുകാർ മുഴുവന് കല്ലേറുകൊണ്ട് തന്നെ പരീക്ഷീണനാക്കുമ്പോ, കൽവാറിയത്തിന്റെ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൽവാറിയത്തിന്റെ മുറ്റത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കുമ്പോ, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ കല്ലെറിഞ്ഞിട്ട് പരിക്കേൽപ്പിച്ച് തന്റെ പ്രിയപ്പെട്ട ബിലാലിനെ ചുറ്റുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിൽ മലത്തെ കടത്തി ആ ബിലാലിന്റെ മുകളിലേക്ക് ഭാരമുള്ള കല്ലെടുത്ത് വെച്ചിട്ട് കൂടം കൊണ്ടടിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ട അനുയായികളെ തീയിലിട്ടിട്ട് കരിച്ച് ചാമ്പലാക്കുമ്പോ, ആ സമയത്ത് നിൽക്ക കള്ളിയില്ലാട്, ആ സ്വന്തം നാട്ടിലൊന്ന് നിൽക്കാൻ പോലും കഴിയാട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ആത്മാവിൽ എഴുതി വെക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് അസ്വസ്ഥതയോടെ കിടക്കുമ്പോ എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങിയത്. ഓ നബിയെ, വിഷമിക്കണ്ട നബിയെ, പ്രയാസപ്പെടേണ്ട നബിയെ, ഈ ദുഃഖങ്ങൾ അവസാനിക്കും തിരുദൂതരെ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അതക റബ്ബുക മഖാമൻ മഹ്മൂദാ. വമിനൽ ലൈലി
ഓ നബിയെ, പാതിരാ സമയത്ത് എഴുന്നേറ്റ് അള്ളാന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന നബിയെ, അങ്ങയുടെ പ്രയാസങ്ങൾ അവസാനിക്കുകയാണ്, അങ്ങയുടെ ദുഃഖങ്ങൾ അവസാനിക്കുകയാണ്. ദുഃഖങ്ങളുടെ പ്രാരാബ്ധങ്ങളിൽ കിടന്നുറങ്ങുമ്പോ അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്ത പ്രയാസങ്ങൾ മുഴുവൻ പടച്ചറപ്പിനോട് കരഞ്ഞു പറയാൻ പറ്റിയ സമയം അത് രാത്രിയാണ്. ആ രാത്രിയിൽ എഴുന്നേൽക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാന്റെ റസൂൽ മദീനയിലേക്ക് പോവുകയാണ്, ആരും അറിയാത്ത നഗരത്തിലേക്ക്. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ, മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹായിക്കാൻ ആരാണുള്ളത്? സ്വന്തം നാടല്ല, ആരെയും പരിചയമില്ല. മദീനയിലേക്ക് പോവുകയാണ്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തില്ലേ, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വദല്ലി മിൻ ലദുനക സുൽത്താനൻ നസീറാ. റബ്ബേ, പടച്ച റബ്ബേ, ഈ മക്ക വിട്ടിട്ട് കഅബയോട് സലാം പറഞ്ഞ് ഞാൻ മദീനയിലേക്ക് വരികയാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, എനിക്ക് രക്ഷപ്പെടാനൊരു പ്രവേശന കവാടം തുറന്നു തരണേ അല്ലാ. ഭാര്യ വിട പറഞ്ഞു, മുത്താപ്പ വിട പറഞ്ഞു, സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിസ്കാരപ്പായിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ റബ്ബിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യുമ്പോ സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, 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 മദീനയിലേക്ക് വരുമ്പോ ആരുമില്ലാത്ത മദീനയിൽ എനിക്കൊരു സഹായിയെ തരണയല്ല. ആ ദുആ സ്വീകരിച്ചില്ല സഹോദരങ്ങളെ. വജഅൽനി മിൻ ലദുനക സുൽത്താനൻ നസീറാ, എനിക്കൊരു സഹായിയെ തരാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തുന്നതിന് മുമ്പ് മദീനയിൽ ഈത്തപ്പനമരത്തിന്റെ മുകളിൽ കയറിയിട്ട് സഹായികൾ ആത്തു വിളിച്ചില്ലയോ? തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മർഹബൻ യാ ഖൈറ ദാഇ. പാതിരാ സമയത്ത് ഒരാൾ പോലും കൈപിടിക്കാനില്ലാതെ സ്വന്തം നാട് വിട്ടോടുമ്പോൾ പോലും അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ഹബീബായ നബി തങ്ങൾക്കൊരു സഹായിയെ കൊടുത്തു. ആ സഹായികളാണ് പിന്നെ അൻസാറുകളായത്. സുൽത്താനൻ നസീറാ, നസീറിനെ ചോദിച്ചപ്പോ അൻസാറിനെ കൊടുത്തു, നസീറിനെ ചോദിച്ചപ്പോ സഹായികളുടെ ഒരു സംഘത്തെ തന്നെ കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരിമാരെ, കരയുക. മാരകമായ ക്യാൻസർ വന്ന് പിടിപെടുമ്പോ ഈ അടുത്ത സമയത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞത്, ഉസ്താദേ, ആമാശയത്തിൽ ക്യാൻസർ ആയിരുന്നു, ചികിത്സിച്ച് ഭേദമായി, അവസാനം എല്ലാം പോയി എന്ന് ഡോക്ടറെ സമാശ്വസിപ്പിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ഛർദിൽ തുടങ്ങിയത്. നിൽക്കാത്ത ഛർദിലായി മാറി. ഹോസ്പിറ്റലിൽ പോയപ്പോ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി 15 ദിവസം കൂടിയേ ആയുസുള്ളൂ എന്ന്. ഇനി 15 ദിവസമേ ആയുസുള്ളൂ. താതെ എന്റെ പൊന്നുമക്കളെ, ഞാൻ ഇനി 15 ദിവസം കൂടിയേ കാണുകയുള്ളൂ എന്ന്. എന്റെ മക്കള് 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ മകന്റെ മേൽവിലാസം മാറുമെന്ന്, അവൻ യതീമാകുമെന്ന്. സഹോദരങ്ങളെ, പഴിക്കാനുള്ളതല്ല, ആയുസ് അല്ലാഹുവിന്റെ കയ്യിലല്ലയോ? അവനല്ലയോ അതുകൊണ്ട് പ്രയാസങ്ങൾ മാറണോ? പാതിരാ സമയത്തെഴുന്നേൽക്കണം, അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. കണ്ണുനീര് തടം തല്ലിയാ തൊടുകണം. അല്ലാഹുവേ, പേടിച്ചു പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ, റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരയുമ്പോഴാണ് ആ അടുപ്പമാണ് രാത്രിയിലെ അടുപ്പം. അടിമയും ഉടമയും തമ്മിൽ ഒരു മറയുമില്ലാതെ ചേരുന്ന സമയമാണ് രാത്രി. ആ രാത്രിയിൽ നമ്മൾ ഇന്നേ വരെ അള്ളാഹിനോടൊന്നും ചോദിച്ചിട്ടില്ല. ഉണ്ടോ? 15 ദിവസം 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 15 ദിവ
ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വന്നു. എന്നാൽ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ഇതേവരെ ചോദിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ല, ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത്? ഉണ്ടാ ഇല്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് രാത്രി ഞാൻ നിങ്ങളോട് ഒരു പുതിയ ശൈലി പഠിപ്പിക്കുകയാണ്. ഉമ്മത്ത് മറന്നുപോയ ഒരു ശൈലി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. ഒരു 2 മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവണം, ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രത്യാശയായി. രാത്രിയിൽ സുബഹിക്ക് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. ഏറ്റവും അവസാനത്തെ സമയം. കാരണം പ്രയാസങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഔഷധം ഏതാ? പ്രയാസങ്ങൾ മാറാൻ ഏറ്റവും നല്ല ഔഷധം ഏതാ? ഇത് അള്ള പറഞ്ഞ ഔഷധമാണ്.